കാട്ടുമാന്ത്രികം. തന്ത്രമന്ത്രങ്ങളുടെ ഒരു നിഗൂഢമാണ്. പക്ഷെ വനാന്തരങ്ങളിൻ്റെ നിഗൂഢതകളിൽ മൃഗങ്ങൾക്കറിയുന്ന സാന്നിധ്യങ്ങൾ പിടിച്ചു വലിക്കപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ശക്തി ഇവനിലേക്ക് പ്രവേശിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവനെ തന്നെ ഇല്ലാതാക്കിയിട്ട് പോവുകയും ചെയ്യും. എൻ്റെ കയ്യിൽ കർണയുക്ഷി വാസി, എനിക്കതിൻ്റെ നിഗൂഢമായ മന്ത്രമുണ്ട്. ആ മന്ത്രം കൊടുക്കാൻ എൻ്റെ 5 ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, ആരും ചെയ്തില്ലല്ലോ. ഒരാളെടുത്ത് ഞാൻ മന്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ പോയത് രാത്രി 10,000 ജപിച്ചു. അപ്പം തന്നെ പ്രത്യക്ഷമായിട്ട് അവസാനം രാത്രി 2 മണിക്ക്. ഈ കർണയക്ഷിയും കർണപിശാചിനിയും ഒന്നാണോ? കർണപിശാചിനി 2ആണ്. കർണപിശാചിൻ്റെ മന്ത്രം തന്നെ വേറെ. ആദ്യം പറഞ്ഞിരിക്കുന്ന മൂങ്ങയാണ്, അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. രാത്രി ദർശനം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു നടൻ ചെയ്തതാണ് ഒരാളെ നശിപ്പിക്കാൻ. അയാളാണ് ജീവനുള്ള കാട്ടുമാന്ത്രികം. ജീവനുള്ള കറുത്ത കോഴിയെ വാങ്ങിച്ച് ദുർമന്ത്രവാദത്തിന്റെ ശക്തിയില്ലേ കുഴിച്ചിട്ടിട്ട് മറ്റേ ചത്തുപോയി. ആള് തീർന്നു, മരിച്ചുപോയി. മറ്റവൻ അനുഭവിക്കും, ചെയ്തവൻ അനുഭവിക്കുമല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കാന്തല്ലൂർ സ്വാമിയാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി. കാട്ടുമാന്ത്രികം യഥാർത്ഥത്തിൽ എന്താണ് ഈ കാട്ടുമാന്ത്രികം? കാട്ടുമാന്ത്രികം എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് ഉത്ഭവിച്ച തന്ത്രമന്ത്രങ്ങളുടെ ഒരു നിഗൂഢമാണ്. ഇപ്പോൾ കാണുന്ന ഈ കാട്ടുമാന്ത്രികം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ, ഇവിടുത്തെ കുറേ നാട്ടുവാസികൾ പോയിട്ട് ഇത് കാട്ടുമാന്ത്രികം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പോലല്ല. കാടെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സമയത്ത് മനുഷ്യന് വസിക്കാൻ ആദി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് തണലേകാനായിട്ട് ദൈവം കൊടുത്തതാണ് ഇല്ലേ? അവൻ തണൽ മരങ്ങൾ മരുഭൂമികളായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ആ മനുഷ്യന് ജീവിക്കാനായിട്ട്, അവന് തണലേകാനായിട്ട്, അവന് സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ട്, അപ്പോൾ മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ഈ മരങ്ങളുടെ മുകളിൽ അവന് താമസിക്കാനുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടാക്കി. സൃഷ്ടിക്ക് ശേഷം മൃഗങ്ങളുണ്ടാക്കി. മൃഗങ്ങൾ എന്താണ്? മൃഗങ്ങൾ കാട്ടിലിങ്ങനെ മേഞ്ഞ് അതിന് ഇഷ്ടം പോലെ യഥേഷ്ടം സഞ്ചരിക്കാം. വേലിക്കെട്ടുകളില്ലാതെ സഞ്ചരിക്കുന്നതാണ് മൃഗങ്ങൾ. പക്ഷേ ആ മനുഷ്യൻ മൃഗങ്ങളെ അവൻ അടിമയാക്കി വളർത്തിയെടുത്തു, സ്നേഹം കൊടുത്തു, പിന്നെ ഭീഷണിപ്പെടുത്തി, പിന്നെ അടി കൊടുത്തു. ഇതൊക്കെയുണ്ട്. ഭീകരമായിട്ട് അവനെ ശിക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർത്ത് എടുത്തപ്പം സിംഹത്തിനെയും പുലിയൊന്നും പറ്റില്ല. പക്ഷെ വനാന്തരങ്ങളിൻ്റെ നിഗൂഢതകളിൽ മൃഗങ്ങൾക്കറിയുന്ന സാന്നിധ്യങ്ങളുണ്ട്. അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുകയും കൊടുങ്കാറ്റുണ്ടാകുമെന്നും ചെയ്യുന്നതിന് മുമ്പ് മൃഗങ്ങളത് തിരിച്ചറിയും. ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടയപ്പോൾ ആനക്കൂട്ടങ്ങൾ മുഴുവൻ 2 ദിവസം മുമ്പ് താഴോട്ടിറങ്ങി വന്നു എന്നാണ്. കാട്ടിലെ മന്ത്രങ്ങൾ, കാട് സൃഷ്ടിക്കുന്ന, ഇപ്പോൾ ഓംകാരം, നമ്മൾ ചില കാടുകളിൽ ഞാൻ വസിച്ചിട്ടുള്ള ആളാണ്. കാടുകളിൽ നമ്മൾ പോയി വസിക്കുമ്പോൾ നമുക്ക് വിശപ്പില്ല, ദാഹമില്ല. എനിക്ക് പ്രമേഹമുള്ള ആളാണ്. പക്ഷേ ഞാൻ ഹിമാലയത്തിൻ്റെ വനാന്തരങ്ങൾ ഉണ്ടാകുന്ന ഭാഗത്തൂടെയൊക്കെ സഞ്ചരിച്ച് മരിക്കാനായിട്ട് പോയി, ജീവിക്കാനല്ല. മൃത്യു. ഇനി എനിക്ക് എങ്ങനെയാണ് മരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മരണപ്പെടേണ്ടത്, എൻ്റെ ശവശരീരം ഏത് മൃഗങ്ങളാണ് കടിച്ചു കീറുന്നത്, ഞാൻ എവിടെയാണ് വീണ് മരിക്കുന്നത്, ഏത് മണ്ണിലാണ് ഞാൻ ലയിക്കുന്നതെന്ന് കണ്ട ഒരു 2012 കാലഘട്ടമുണ്ട്. ആദ്യത്തെ ഹിമാലയ യാത്രയ്ക്ക് ശേഷം എത്രയോ കാലം കഴിഞ്ഞുള്ള ഒരു യാത്ര. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ, എനിക്ക് എന്നെ ചേർത്ത് പിടിച്ച ദുരിതങ്ങൾ, ചതിച്ച മനുഷ്യർ, ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് മനസ്സ് മറുത്ത് ഞാനൊരു യാത്ര പോയി. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശരീരം പോലും നമുക്കില്ല എന്നുള്ള തോന്നലുണ്ടെന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളെ തിരിച്ചറിയും. അപ്പോഴാണ് നമ്മൾക്ക് ജീവൻ വെടിയാനുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ ശങ്കരാചാര്യരൊന്നുമല്ല, നമുക്ക് യാതൊരു വിവരവുമില്ല ഇതിനെക്കുറിച്ചും. നമ്മളിങ്ങനെ വന്നു ചേർന്നപ്പെട്ട ഒഴുക്കിൽപ്പെട്ട ഒരാളുടെ പോലെയാണ്. തന്ത്രമന്ത്രാദികളിലൊക്കെ ചെന്ന് ഒഴുക്കിൽപ്പെടും. മറ്റത് ആ ഒഴുക്കിനെതിരെ നീന്തുന്നവരുണ്ടാവും. ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ അവന് നീന്തലിനെ കുറിച്ച് നല്ല ധാരണ വേണം. നമുക്കതില്ല. നമ്മൾ ഒഴുക്കിൽപ്പെട്ട് കുറേ ദൂരം പോവും, പിന്നെ കരയ്ക്ക് കയറും, വീണ്ടും ഒഴുക്കിൽപ്പെടും. അങ്ങനെ 2 ഘട്ടങ്ങളാണ്. ഇപ്പോൾ ശങ്കരാചാര്യൻ എന്താണ്, ശിഷ്യന്മാരോടൊപ്പം പോയിട്ട് ഹിമാലയത്തിൽ നിങ്ങൾ ഇനി തിരിച്ചു വരണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി ലയിച്ചു. അത് ലയനമാണ്. ആ ജീവൻ വെടിയാനായിട്ട് പോകുന്നവരാണ്. ഇത് ദേവതകളിലേക്കാണോ പോകുന്നത്, അതോ ആത്മാക്കളാണോ യഥാർത്ഥത്തിൽ? അല്ല, മനുഷ്യൻ്റെ ശരീരം നമുക്കതൊക്കെ നമ്മളെ ഈ ദേവന്മാരെയും ദേവഗണങ്ങളെക്കുറിച്ചും യക്ഷി സാന്നിധ്യങ്ങളെക്കുറിച്ചും ഇതെല്ലാം മനുഷ്യനിൽ വന്നു ചേർന്നിട്ടുള്ള തന്ത്രമാന്ത്രങ്ങളിലോ വന്നു ചേർന്നിട്ടുള്ള വിഷയങ്ങളാണ്. അവനെ പഠിപ്പിച്ചെടുത്തതാണ്. ഇതെന്താണെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞൂടെ. ഇപ്പോൾ കാട്ടുമാന്ത്രികത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീണ് മരണപ്പെട്ടു പോയാൽ നമ്മളെ ചോദിക്കാനും പറയാൻ ആരുമില്ല, നമുക്ക് വേണ്ടി കരയാൻ ആരില്ല, ബലികർമ്മങ്ങൾ ചെയ്യാൻ ആളില്ല, ഇതൊന്നുമില്ല. പക്ഷേ എത്രയോ യോഗീശ്വരന്മാരും സന്യാസിവരന്മാരും കാടിൻ്റെ നിഗൂഢതകൾ, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ നിഗൂഢതകൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ചലനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു പോയ എത്രയോ മനുഷ്യരുണ്ട്, യോഗീശ്വരന്മാരുണ്ട്. അവർക്ക്
ഇവിടുത്തെ ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ മോദി ഭരിക്കുന്നുണ്ടോ, ഇവിടെ പിണറായി വിജയൻ സഖാവ് ഭരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ മനുഷ്യരുടെ ദുഃഖ ദുരിതങ്ങളുണ്ടോ, അതൊന്നും അവൻ്റെ മനസ്സിലില്ല. അവൻ വരാൻ പോകുന്ന ലോകത്തിലെ കണ്ണുകൾ അടച്ച് എത്രയോ കാലം അവൻ്റെ ശ്വാസം പോലും അവനിൽ നഷ്ടപ്പെട്ടിട്ട് ജഡാവസ്ഥയിലിരിക്കുന്നവരുണ്ട്, ജഡമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവനെപ്പോഴാണോ തൻ്റെ പ്രാണനെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നത്, അവിടെ പ്രാണൻ ഇരുന്നതിന് ശേഷം ഇവൻ്റെ ശരീരം ജീർണിക്കാതിരുന്നിട്ട് ആ പ്രാണനെ തിരിച്ചെടുക്കാൻ കഴിയുള്ള മഹായോഗികളുണ്ട് ഹിമാലയത്തിലെ താഴ്വര. അത്തരത്തിലുള്ള നിഗൂഢതകൾ ഈ കാട്ടിനുള്ളിലുണ്ടോ? എങ്ങനെ അത്തരത്തിലുള്ള നിഗൂഢതകൾ ഈ കാട്ടിനുള്ളിൽ? അത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എഴുതി വയ്ക്കപ്പെട്ട പുസ്തകങ്ങൾ, ഇവിടെ നമ്മൾ പുസ്തകങ്ങൾ എന്താണ്? പുസ്തകങ്ങളൊക്കെ തന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് പകർത്തി വെക്കപ്പെട്ട, ആരൊക്കെയോ പണ്ട് പോയിട്ട് ആ പകർത്തി വെച്ച പുസ്തകങ്ങളിൽ നിന്ന് ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹിമാലയം നടന്നു പോയിട്ട് ഞാൻ 7 പ്രാവണ പോയിട്ടുള്ളതാണ്. ഞാനതിൻ്റെ ഒരു വശത്തു കൂടെ എങ്ങനെ നടന്നു പോയി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഹിമാലയം കീഴടക്കി പോയി യോഗീശ്വരന്മാരെ കണ്ട് ഇല്ലെങ്കിൽ അവധൂതന്മാരെ കണ്ട് ഞാൻ അവിടെ ആയിരുന്നു എന്ന് പറയുന്നു, ഞാൻ ഗംഗയിൽ പോയി കുളിച്ചു. ഇതിലൊന്നും ഒരു കാര്യം, മനസ്സിന് ശുദ്ധിയില്ലാത്ത ഒരു ഗംഗയിൽ പോയി കുളിച്ചിട്ടും കാര്യമില്ല. തന്ത്രമന്ത്രാദികൾ പിടിച്ചെടുത്തുകൊണ്ട് ഒന്നും സ്വീകരിച്ച, ഇപ്പോൾ ഉപാസനയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചത് പറഞ്ഞ പോലെ ഒന്നും പിടിച്ചെടുക്കാൻ പോയി തന്ത്രശാസ്ത്രങ്ങളിൽ എന്താണോ ബലിപ്പിച്ച്, കാരണം ഒരു സ്ഥാനത്ത് പോയി ബലമായിട്ടിരിക്കുന്ന ഒരു ദേവതയെ ജഡാവസ്ഥയിൽ, അവൻ ചലനമില്ലാത്ത അവസ്ഥയിൽ ജഡാവസ്ഥയിലിരിക്കുന്ന വിഗ്രഹങ്ങളിലെ ഉറഞ്ഞുപോയ ശക്തിയെ പിടിച്ചെടുക്കാൻ അവൻ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അവൻ്റെ ആഭിചാര കർമ്മങ്ങൾ ഉപയോഗിച്ച് ഉറഞ്ഞുപോയ മന്ത്രത്തിൽ അവൻ്റെ നിഗൂഢതകളെ പിടിച്ചെടുക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, പിടിച്ചു വലിക്കപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ശക്തി ഇവനിലേക്ക് പ്രവേശിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവനെ തന്നെ ഇല്ലാതാക്കിയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി പൂജിക്കുന്ന എന്തിനാണ് അവൻ്റെ ഒരു സ്വകാര്യ നേട്ടത്തിന്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കർണയുക്ഷി ഉപാസനയുണ്ട്, ഞാൻ വിളിച്ചിട്ടേ ഒന്നിനെയും പിടിച്ചു വെച്ചിട്ടുള്ളതില്ല. അതിന് ഇഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടാം. എനിക്കതിൻ്റെ നിഗൂഢമായ മന്ത്രമുണ്ട്, ആ മന്ത്രം കൊടുക്കാൻ എൻ്റെ 5 ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, ആരും ചെയ്തില്ലല്ലോ. ഒരാളെടുത്ത് ഞാൻ മന്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ജപിക്കരുത്. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോയിൽ. അവൻ പോയത് രാത്രി 10,000 ജപിച്ചു. അപ്പം തന്നെ പ്രത്യക്ഷമായിട്ട് അവസാനം രാത്രി 2 മണിക്ക് നമ്മൾ ശമന മന്ത്രം ചൊല്ലി തിരിച്ചു വിളിക്കേണ്ടി വന്നു. പുള്ളിപ്പോഴും ഉണ്ട്. ഒന്നിനെ അതാണ് ചെവി പൊട്ടിപ്പോവുക. എല്ലായിടത്തും പലരും വിളിച്ചു വെക്കണം, സ്വാമി ഇത് കർണയക്ഷി ഉപാസന ചെവി പൊട്ടണ എന്തിനാണ്? നമ്മൾ വിളിച്ചു വരുത്തിയാലേ പ്രശ്നമുള്ളൂ. ഈ കർണയക്ഷിയും കർണപിശാചിനിയും ഒന്നാണോ? കർണപിശാചിനി 2ആണ്. കർണപിശാചിൻ്റെ മന്ത്രം തന്നെ വേറെയാണ്. ഓ നമോ ഭഗവതേ കർണപിശാചികേ ചകല ജരാത്മികേ ഭൂതഭവിഷ്യത് വർത്തമാനം ക്ഷിപ്രം മതം കർണകഥയെ സ്വഹ. ഈ മന്ത്രം എഴുതി വയ്ക്കപ്പെട്ട മന്ത്രമാണ്. താളിയോലയിൽ നിന്ന് എടുത്തു വെച്ച് ഇതിനങ്ങോട്ട് ജപിച്ച് എവിടെ കർണപിശാചിനി എന്ന് പറഞ്ഞാൽ അവൻ പൈശാചികമായി തീർത്തിട്ടേ പോവുള്ളൂ. കർണയക്ഷി എന്ന് പറയുന്നത് അങ്ങനെയല്ല, സഞ്ചരിക്കുന്ന ദേവതയാണ്. അതെവിടെയെങ്കിലും കുടികൊള്ളാൻ ഒരാൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് ഒരു മണത്തടഞ്ഞ് കണ്ടുപോയി ഇരിക്കണം തോന്നില്ലേ? അതിന് ഉദാഹരണം, ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു ഉണങ്ങിയ മരം നിൽക്കണം. അപ്പോൾ ഒരു സഞ്ചാരം ഇങ്ങനെ ഉണ്ടാവുകയാണ്, നമ്മൾ ആ ഉണങ്ങിയ മരത്തിൻ്റെ തണൽ പോലും ഇരിക്കും. അതുപോലെയാണ് കർണയക്ഷിയുടെ സാന്നിധ്യം. അതൊരിക്കലും ശാശ്വതമല്ല. ഇപ്പം ഞാനിപ്പോൾ ആൾക്കാരുടെ ഫലം പറയുന്നുണ്ട്. ഇപ്പം മുറിപ്പാലത്തിൽ തമ്പുരാൻ 5 ദിവസം 500 പേരുടെ ഫലം പറഞ്ഞു തന്നാൽ പറയും, പറഞ്ഞില്ലെങ്കിൽ ഇല്ല. എപ്പോഴാണോ അതിന് നീരസം തോന്നുന്നത്, എപ്പോഴാണോ നമ്മളിത് വിൽക്കുന്നതെന്ന് തോന്നുന്നത്, അപ്പോൾ മറ്റുള്ളവൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, മറ്റൊന്നവൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെന്ത് പറയുന്നു എന്നുള്ളത്. അത് ആ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. നീ മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾ എപ്പോഴാണോ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് പറന്നു പോകും. ആദ്യം പറഞ്ഞിരിക്കുന്ന മൂങ്ങയാണ്, അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. രാത്രി ദർശനം ഇങ്ങനെയാണെന്ന് പറഞ്ഞു, എൻ്റെ രൂപം ഇങ്ങനെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനത് എൻ്റെ സമാധി ഗുഹയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും കാണിക്കുന്നില്ല. കർണയക്ഷി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ദർശനം തന്നല്ലോ, ലോകത്തൊരിടത്തുമില്ല. എന്താണ് നമ്മൾ ഈ ശത്രു ചവിട്ടിമെതിക്കാൻ വന്നാലും അവൻ്റെ പോറലുകൾ നമുക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ നമുക്കൊരു കവചമുണ്ട്. നമ്മളതിനെ ഭയന്നാലേ ഉള്ളൂ പ്രശ്നം. നമുക്കിത് പറന്നു പോയാലും ഒന്നുമില്ല, ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ 1 രൂപ നാണയമാണ് മേടിക്കുന്നത്. പിന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ പറയും, പറയുന്നതേ ചെയ്യാൻ പറ്റും. അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. എനിക്കെന്ത് തോന്നുന്നു, ഞാനതിൽ നിന്നൊന്നും എടുത്ത് ചെയ്യാനുണ്ടാക്കാനൊന്നും പോകുന്നില്ല. ഇത് വിറ്റ് കാശാക്കാൻ, തന്ത്രമന്ത്രവാദികൾ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചു. നമ്മുടെ കാട്ടുമാന്ത്രികത്തിലേക്ക് വന്നാൽ കാട്ടുമന്ത്രവാദം എന്ന് പറയുന്നത് ദൈവം കാട്ടിൻ്റെ ഗുഹാന്തരങ്ങളിൽ ഉണ്ടാകുന്ന ശബ്ദബീജികളുണ്ട് കാറ്റിൽ. അത് പിടിച്ചെടുക്കുന്ന ചില വാൽമീകി പോലുണ്ടായിരുന്ന വേടനാണല്ലോ, ഈ വനത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരുടെ എന്താണ് വാൽമീകി എന്ന് പറഞ്ഞാൽ, വാൽമീകി ആ വേടൻ പരിവർത്തനം ചെയ്യപ്പെട്ട് വാൽമീകിയായിട്ട് പരിവർത്തനം ചെയ്യുമ്പം അവൻ്റെ കാട്ടുദേവതയുടെ അനുഗ്രഹത്താലാണ് അങ്ങനെ ആയത്. അല്ലാതെ ഒരാൾ വാൽമീകി ആകത്തില്ല, ചെതൽപ്പുറ്റിനകത്ത് ഉണ്ടാവില്ല. ഇപ്പം എന്താ, 2 മരങ്ങൾക്ക് നടയിലിരുത്തി വേടനായി പിന്നെ കാട്ടുകൊള്ളക്കാരനായിരുന്നു രത്നാകരൻ. ആ കാട്ടുകൊള്ളക്കാരൻ എന്ത് ചെയ്തു, പിടിച്ചു പറിച്ചപ്പോൾ സപ്തർഷികളാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, നീ ചെയ്യുന്ന തെറ്റാണ്,
നീ ഇത് എന്തിനു വേണ്ടി ഇതിൻ്റെ ഫലം നീ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അനുഭവിക്കും? ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ടല്ലേ, കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയില്ലേ പിടിച്ചു പറിക്കുന്നത്? അല്ലല്ല, നീ ചെയ്യുന്നതിൻ്റെ പാവം നീ അനുഭവിക്കുമെന്ന്. അപ്പോൾ ഇയാൾക്ക് വിശ്വാസമില്ല. ഋഷിമാരെ പിടിച്ച് കെട്ടിവെച്ചിട്ട് വീട്ടിൽ പോയി ഭാര്യ എടുത്ത് ചോദിക്കും, ഇങ്ങനെയാണോ എന്ന് ചോദിക്കും. പിന്നെ നിങ്ങൾ ചെയ്യണ പാവം നിങ്ങൾ അനുഭവിക്കും, ഞങ്ങളെങ്ങനെ അനുഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. അത് ഈ കഥ വലിയ പ്രയോജനമാണ്. നമുക്ക് മാനസാന്തരങ്ങൾ, ഓരോ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യന് മാനസാന്തരങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇയാൾക്ക് ജപിക്കാൻ അറിയത്തില്ല. 2 മരങ്ങളുടെ ഇടയിൽ പിടിച്ചിരുത്തിയിട്ട് ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പറയാൻ പറഞ്ഞു. ആ മരം ഈ മരം എന്ന് പറഞ്ഞ് രാമ രാമ രാമമായി. അപ്പോൾ ഇതാണ് അയാൾ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. മനുഷ്യനിവിടെ എത്ര പഠിച്ചാലും മനുഷ്യൻ പരിവർത്തനം ചെയ്യപ്പെടത്തില്ല. പക്ഷെ ഇന്ന് ആ ഒരു സമ്പ്രദായം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരിടത്ത് എനിക്കറിയാവുന്ന ഒരു നടൻ ചെയ്തതാണ് ഒരാളെ നശിപ്പിക്കാൻ. അയാളാണ് ജീവനുള്ള കാട്ടുമാന്ത്രികത്തിനകത്ത് പാലക്കാടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. എനിക്കത് നന്നപോലെ അറിയാം. ജീവനുള്ള കറുത്ത കോഴിയെ വാങ്ങിച്ച് കൂടെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് മുളകൊക്കെ പുരട്ടിയിട്ട് കുഴിച്ചിടും. ദുർമന്ത്രവാദത്തിൻ്റെ ശക്തിയില്ലേ? കുഴിച്ചിട്ടിട്ട് മറ്റേ ആൾ ചത്തുപോയി, ആള് തീർന്നു, മരിച്ചുപോയി. മറ്റവൻ അനുഭവിക്കും, ചെയ്തവൻ അനുഭവിക്കുമല്ലോ.